എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമിസ്റ്റർ ക്രിമിനോളജിയിലെ ബ്ലോക്ക് 2-ലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ക്രൈംസ് എഗെയിൻസ്റ്റ് ദി ഹ്യൂമൻ ബോഡി? മനുഷ്യ ശരീരത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ ജീവൻ, ശാരീരിക സുരക്ഷ, സ്വാതന്ത്ര്യം എന്നിവയെ ബാധിക്കുന്നവയാണ് മനുഷ്യ ശരീരത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് നരഹത്യ, കൊലപാതകം, മുറിവേൽപ്പിക്കൽ, അന്യായമായ തടങ്കൽ, തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം എന്നിവയാണ് മനുഷ്യ ശരീരത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാട്ട് ആർ ദി ക്രൈംസ് എഗെയിൻസ്റ്റ് ദി ഹ്യൂമൻ ബോഡി എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എഴുതേണ്ടത്. അതായത് മനുഷ്യ ശരീരത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ കാര്യങ്ങളാണ് എഴുതേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മെൻ ബൈ ക്രൈം എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി? വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് വൺസ്? സ്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പ്രധാനപ്പെട്ടവ ഏതെല്ലാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ സ്വത്തുക്കൾ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തുകയോ നാശനഷ്ടം വരുത്തുകയോ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണിവ. സാമ്പത്തിക നേട്ടമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇനി പറയാനായിട്ട് പോകുന്നത് സ്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് മോഷണം, ഭയപ്പെടുത്തി അപഹരിക്കൽ, കവർച്ച, കൂട്ടുകവർച്ച, വഞ്ചന, അതിക്രമിച്ചു കടക്കൽ എന്നിവയാണ് സ്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രധാനപ്പെട്ടവ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹു ആർ വൾണറബിൾ ഗ്രൂപ്പ്? വൈ ആർ ദേ മോർ സസെപ്റ്റബിൾ ടു ക്രൈം? ആരാണ് ദുർബല വിഭാഗങ്ങൾ? എന്തുകൊണ്ടാണ് അവർ കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ ഇരയാകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ, ഭിന്നശേഷിക്കാർ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾ തുടങ്ങിയവർ ദുർബല വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ദാരിദ്ര്യം, വിദ്യാഭ്യാസക്കുറവ്, ശാരീരികമോ മാനസികമോ ആയ പരിമിതികൾ, ആശ്രിതത്വം തുടങ്ങിയ സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങളാൽ ഇവർ ചൂഷണത്തിനും അതിക്രമങ്ങൾക്കും കൂടുതൽ ഇരയാകുന്നു. ആരാണ് ദുർബല വിഭാഗങ്ങൾ? ഹു ആർ വൾണറബിൾ ഗ്രൂപ്പ്സ് എന്നുള്ളതിൻ്റെ ആൻസറാണ് സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ, ഭിന്നശേഷിക്കാർ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾ തുടങ്ങിയവർ ദുർബല വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു. എന്തുകൊണ്ടാണ് അവർ കുറ്റകൃത്യങ്ങളിൽ കൂടുതൽ ഇരയാകുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് ദാരിദ്ര്യം, വിദ്യാഭ്യാസക്കുറവ്, ശാരീരികമോ മാനസികമോ ആയ പരിമിതികൾ, ആശ്രിതത്വം തുടങ്ങിയ സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങളാൽ ഇവർ ചൂഷണത്തിനും അതിക്രമങ്ങൾക്കും കൂടുതൽ ഇരയാകുന്നു. ഇതാണ് വൈ ആർ ദേ മോർ സസെപ്റ്റബിൾ ടു ക്രൈം എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി മേജർ ക്രൈംസ് എഗെയിൻസ്റ്റ് വുമൺ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ ഏവ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രധാന കുറ്റകൃത്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ഗാർഹിക പീഡനം, ബലാത്സംഗം, സ്ത്രീധന മരണം, ആസിഡ് ആക്രമണം, സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോകൽ, സ്ത്രീകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ. ഇതാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി മേജർ ക്രൈം എഗെയിൻസ്റ്റ് വുമൺ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ ഏവ എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ കാര്യങ്ങളാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി മേജർ ക്രൈം എഗെയിൻസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ദെയർ കോസസ്? കുട്ടികൾക്കെതിരെ നടക്കുന്ന പ്രധാന കുറ്റകൃത്യങ്ങളും അവയുടെ കാരണങ്ങളും എന്തെല്ലാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കുട്ടികൾ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗമാണ്. അവർക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ പ്രധാന കാരണങ്ങൾ ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, ദുർബലമായ നിയമനിർവഹണം എന്നിവയാണ്. ഇനി പറയാനായിട്ട് പോകുന്നത് കുട്ടികൾക്കെതിരായി നടക്കുന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ബാലവേല, കുട്ടികളെ കടത്തിക്കൊണ്ടുപോകൽ, ശൈശവ വിവാഹം, കുട്ടികളെ ഉപേക്ഷിക്കൽ എന്നിവയാണ് കുട്ടികൾക്കെതിരായി നടക്കുന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. ഇതിൻ്റെ കാരണമാണ് ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, ദുർബലമായ നിയമനിർവഹണം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ. അപ്പോൾ ഇതാണ്
വാട്ട് ആർ ദി മേജർ ക്രൈംസ് എഗെയിൻസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ദെയർ കോസസ് എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എഴുതേണ്ടത്. ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പോളജി ഓഫ് ക്രൈംസ്, കുറ്റകൃത്യങ്ങളുടെ വർഗീകരണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ എഴുതേണ്ടത്, കുറ്റകൃത്യങ്ങളുടെ അവയുടെ സ്വഭാവം, ലക്ഷ്യം, ആഘാതം എന്നിവ അനുസരിച്ച് തരംതിരിക്കുന്നതിനെയാണ് കുറ്റകൃത്യങ്ങളുടെ വർഗീകരണം അഥവാ ടൈപ്പോളജി എന്ന് പറയുന്നത്. നിയമപാലകർക്കും നയരൂപകർത്താക്കൾക്കും കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും ഫലപ്രദമായ പ്രതിവിധികൾ കണ്ടെത്താനും ഈ വർഗീകരണം അത്യാവശ്യമാണ്. കുറ്റകൃത്യങ്ങളെ പ്രധാനമായും വ്യക്തികൾക്കെതിരായവ, സ്വത്തിനെതിരായവ, ദുർബല വിഭാഗങ്ങൾക്കെതിരായവ എന്നിങ്ങനെ തരംതിരിക്കാം. ഇനി ഒരു സബ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ട് വ്യക്തികൾക്കെതിരായ കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. ശാരീരികവും മാനസികവുമായ സുരക്ഷയെ ഹാനിക്കുന്ന കുറ്റകൃത്യങ്ങളാണിവ. കൊലപാതകം, നരഹത്യ, ശാരീരിക പരിക്കേൽപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം എന്നിവ ഈ വിഭാഗത്തിൽ പെടുന്നു. ഈ കുറ്റകൃത്യങ്ങൾ ജീവിക്കാനുള്ള അവകാശത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും നേരിട്ട് ബാധിക്കുന്നു. സമൂഹത്തിൽ ഭയവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കാൻ ഇവ കാരണമാകുന്നു. ഇതാണ് വ്യക്തികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ. ഇനി പറയാനായിട്ട് പോകുന്നത് സ്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ വിഭാഗത്തിലെ കുറ്റകൃത്യങ്ങളുടെ പ്രധാന ലക്ഷ്യം സാമ്പത്തിക നേട്ടമാണ്. മോഷണം, കവർച്ച, ഭയപ്പെടുത്തി പണം തട്ടൽ, വഞ്ചന, അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഇവ വ്യക്തികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തിവെക്കുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തന്നെ ബാധിച്ചേക്കാം. ഇനി പറയാനായിട്ട് പോകുന്നത് ദുർബല വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ്. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യം വെച്ചുള്ള കുറ്റകൃത്യങ്ങൾ. ഇനി പറയാനായിട്ട് പോകുന്നത് ദുർബല വിഭാഗങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടാണ്. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യം വെച്ചുള്ള കുറ്റകൃത്യങ്ങൾ ഈ വർഗീകരണത്തിൻ്റെ സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നു. കടത്തിക്കൊണ്ടുപോകൽ, ഗാർഹിക പീഡനം, സ്ത്രീധന മരണം, ആസിഡ് ആക്രമണം തുടങ്ങിയവ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളാണ്. അതുപോലെ ബാലവേല, കുട്ടികളെ കടത്തിക്കൊണ്ടുപോകൽ, ശൈശവ വിവാഹം എന്നിവ കുട്ടികളുടെ ശോഭനമായ ഭാവിയെ ഇല്ലാതാക്കുന്നു. സാമൂഹികമായ അസമത്വങ്ങളും പിന്നോക്കാവസ്ഥയുമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണം. ഈ 3 കാര്യങ്ങളും ഈ 3 കുറ്റകൃത്യങ്ങളെ കുറിച്ച് എഴുതിയതിന് ശേഷം ലാസ്റ്റ് കൺക്ലൂഷൻ പോലെ കുറ്റകൃത്യങ്ങളെ തരംതിരിക്കുന്നത് അവയുടെ കാരണങ്ങൾ മനസ്സിലാക്കാനും ഓരോ തരം കുറ്റകൃത്യത്തിനും അനുയോജ്യമായ നിയമനിർമ്മാണവും പ്രതിരോധ മാർഗങ്ങളും ആവിഷ്കരിക്കാനും സഹായിക്കുന്നു. വ്യക്തികളുടെയും സ്വത്തിൻ്റെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിനൊപ്പം സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ നൽകാനും ഇത്തരം ഒരു വർഗീകരണം അനിവാര്യമാണ്. നീതിയുക്തവും സുരക്ഷിതവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ഈ ഘടനാപരമായ ധാരണയ്ക്ക് വലിയ പങ്കുണ്ട്. ഇതാണ് കൺക്ലൂഷനായി എഴുതി കൊടുക്കേണ്ടത്. ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂണിറ്റ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് ക്രൈം ആൻഡ് വയലൻറ്റ് ക്രൈംസ്? സാമ്പത്തിക കുറ്റകൃത്യങ്ങളും അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് പറയാനായിട്ട് പോകുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടാണ്. സാമ്പത്തിക നേട്ടത്തിനായി ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണിവ. ഇത് നേരിട്ട് ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുന്നില്ല, എന്നാൽ വ്യക്തികളെയും രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെയും ദോഷകരമായി ബാധിക്കുന്നു. ഉദാഹരണം അഴിമതി, തട്ടിപ്പ്. അപ്പോൾ എന്താണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനായി ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണിവ. ഇത് നേരിട്ട് ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുന്നില്ല, എന്നാൽ വ്യക്തികളെയും രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെയും ദോഷകരമായി ബാധിക്കുന്നു. ഉദാഹരണം അഴിമതി, തട്ടിപ്പ്. ഇനി പറയാനായിട്ട് പോകുന്നത് അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടാണ്. ശാരീരികമായ അക്രമമോ ബലപ്രയോഗമോ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളെയാണ് അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് കൊലപാതകം, ബലാത്സംഗം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ആർ ദി മേജർ എക്കണോമിക് ക്രൈംസ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്?
പ്രധാന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഏതെല്ലാം, അവയുടെ പ്രത്യേകതകൾ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രധാനപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് തട്ടിപ്പ്, നികുതി വെട്ടിപ്പ്, അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ, കള്ളക്കടത്ത്, കള്ളനോട്ടടി എന്നിവയാണ്. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്, ഫിഷിംഗ് തുടങ്ങിയ സൈബർ കുറ്റകൃത്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ ചോർത്താനുള്ള തട്ടിപ്പാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഈ പറയാനായിട്ട് പോകുന്നതിൻ്റെ പ്രത്യേകതകളാണ്: സാമ്പത്തിക നേട്ടമാണ് പ്രധാന ലക്ഷ്യം, സാധാരണ സ്വഭാവം, അക്രമരഹിതമാണ്, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയാണ് ഇരകൾ, മിക്കവാറും സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരാണ് കുറ്റവാളികൾ. ഇതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് വൈറ്റ് കോളർ ക്രൈം? വൈറ്റ് കോളർ കുറ്റകൃത്യം എന്നാൽ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉയർന്ന സാമൂഹിക പദവിയിലുള്ള വ്യക്തികൾ അവരുടെ തൊഴിലിൻ്റെ ഭാഗമായി ചെയ്യുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് വൈറ്റ് കോളർ കുറ്റകൃത്യം എന്ന് പറയുന്നത്. എഡ്വിൻ സദർലാൻഡാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, നികുതി വെട്ടിപ്പ്, തെറ്റായ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് എന്നിവയാണ് സാധാരണയായി കാണുന്ന വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങൾ. മാധ്യമങ്ങളുടെ ശ്രദ്ധക്കുറവ്, കുറ്റവാളികളുടെ സ്വാധീനം എന്നിവ ഈ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. നാലാമത്തെ ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് കോർപ്പറേറ്റ് ക്രൈം? വാട്ട് ആർ ഇറ്റ്സ് ടൈപ്പ്? കോർപ്പറേറ്റ് കുറ്റകൃത്യം എന്നാൽ എന്ത്, അവയുടെ തരങ്ങൾ ഏവ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കമ്പനിയുടെ ലാഭത്തിനായി ഉദ്യോഗസ്ഥർ നടത്തുന്ന നിയമലംഘനമാണ് കോർപ്പറേറ്റ് കുറ്റകൃത്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന തരങ്ങളാണ് വ്യാജ കണക്കുകൾ, ഓഹരി തട്ടിപ്പുകൾ എന്നീ സാമ്പത്തിക തട്ടിപ്പുകൾ, നിയമവിരുദ്ധമായി മാലിന്യം തള്ളൽ പോലുള്ള പരിസ്ഥിതി നിയമലംഘനം, നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കൽ, കൈക്കൂലിയും അഴിമതിയും, ഇൻഷുറൻസ് കമ്പനികളെയും രോഗികളെയും കബളിപ്പിക്കുന്ന ഹെൽത്ത് കെയർ തട്ടിപ്പ്. ഇതാണ് കോർപ്പറേറ്റ് ക്രൈമിൻ്റെ പ്രധാന തരങ്ങൾ. അടുത്ത ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ഓർഗനൈസ്ഡ് ക്രൈം? വാട്ട് ആർ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് മെയിൻ ടൈപ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് സംഘടിത കുറ്റകൃത്യം, അതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ, പ്രധാന തരങ്ങൾ എന്നിവ വിവരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലാഭത്തിന് വേണ്ടി ഒരു സംഘം ആസൂത്രിതമായി നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് സംഘടിത കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. ലാഭത്തിന് വേണ്ടി ഒരു സംഘം ആസൂത്രിതമായി നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് സംഘടിത കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്വഭാവവിശേഷങ്ങളാണ് ആസൂത്രിതം, ലാഭം ലക്ഷ്യം, സംഘടിത ഘടന, രഹസ്യ സ്വഭാവം, ഏകോപനം, അഴിമതി, ഭീഷണി എന്നിവയാണ് ഇതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ. ഇതിൻ്റെ പ്രധാന തരങ്ങളാണ് മയക്കുമരുന്ന് കടത്ത്, മനുഷ്യക്കടത്ത്, ആയുധക്കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ, സൈബർ കുറ്റകൃത്യങ്ങൾ, കള്ളനോട്ടും വ്യാജ ഉൽപ്പന്നങ്ങളുമാണ് ഇതിൻ്റെ പ്രധാന തരങ്ങൾ. ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആറാമത്തെ ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് സൈബർ ക്രൈം? വാട്ട് ആർ ഇറ്റ്സ് ടൈപ്സ്? എന്താണ് സൈബർ കുറ്റകൃത്യം, അതിൻ്റെ പ്രധാന തരങ്ങൾ ഏവ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടറുകളും ഇൻ്റർനെറ്റും ഉപയോഗിച്ച് നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ. ഇതിനെ മൂന്നായി തരംതിരിക്കാം. ഒന്നാമത്തേതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ നേരിട്ട് ലക്ഷ്യം വെക്കുന്നവ. രണ്ടാമത്തേതാണ് കുറ്റകൃത്യം നടത്താൻ കമ്പ്യൂട്ടർ ഒരു ഉപാധിയായി ഉപയോഗിക്കുന്നവ, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തന്നെ കുറ്റകൃത്യം ചെയ്യുന്നവ. ഇങ്ങനെ മൂന്നായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത്. ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ചാപ്റ്ററിലെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് മോഡേൺ ക്രൈം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആധുനിക കുറ്റകൃത്യങ്ങളുടെ വിവിധ മുഖങ്ങൾ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ എഴുതേണ്ടതാണ്. സാമൂഹിക മാറ്റങ്ങൾക്കൊപ്പം കുറ്റകൃത്യങ്ങൾക്കും പുതിയ മുഖങ്ങൾ കൈവന്നിരിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ സൈബർ കുറ്റകൃത്യങ്ങൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, കോർപ്പറേറ്റ് സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവ പരമ്പരാഗത കുറ്റകൃത്യങ്ങളെക്കാൾ വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഒരു സബ് ഹെഡിങ് ആയിട്ട് സാമ്പത്തിക, കോർപ്പറേറ്റ്, സംഘടിത കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അത് നമ്മൾ സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കാം.
ശാരീരിക ഉപദ്രവങ്ങൾ ഇല്ലാത്തവയാണ് സാമ്പത്തിക വൈറ്റ് കോളർ കോർപ്പറേറ്റ് കുറ്റകൃത്യങ്ങൾ. എന്നാൽ ഇവ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നു. ലാഭക്കൊതിയും നിയമങ്ങളിലെ പഴുതുകളും കാരണം കമ്പനികൾ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകളും പരിസ്ഥിതി നിയമലംഘനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അതോടൊപ്പം മയക്കുമരുന്ന്, മനുഷ്യക്കടത്ത് തുടങ്ങിയ സംഘടിത കുറ്റകൃത്യങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ എന്നുള്ള സബ് ഹെഡിങ് കൊടുത്തതിന് ശേഷം ഇൻ്റർനെറ്റിൻ്റെ വളർച്ചയോടെ ഹാക്കിംഗ്, ഡാറ്റ മോഷണം, ഓൺലൈൻ തട്ടിപ്പ് തുടങ്ങിയ സൈബർ കുറ്റകൃത്യങ്ങളും വ്യാപകമായി. വ്യക്തികളുടെ സ്വകാര്യതയ്ക്കും രാജ്യത്തിൻ്റെ സുപ്രധാന വിവരങ്ങൾക്കും ഇവ ഭീഷണിയാണ്. കുറ്റവാളികളുടെ അജ്ഞാതത്വം ഈ കുറ്റകൃത്യങ്ങളെ കണ്ടെത്തുന്നത് ഏറെ ദുഷ്കരമാക്കുന്നു. ഇനി കൺക്ലൂഷനായി എഴുതി കൊടുക്കേണ്ടതാണ്: ആധുനിക കുറ്റകൃത്യങ്ങളുടെ സങ്കീർണതയെ മറികടക്കാൻ പരമ്പരാഗത രീതികൾ അപര്യാപ്തമാണ്. ഇതിനെ നേരിടാൻ കർശനമായ നിയമങ്ങൾ, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, അന്താരാഷ്ട്ര സഹകരണം, ജനങ്ങളുടെ ബോധവൽക്കരണം എന്നിവ അത്യാവശ്യമാണ്. കുറ്റകൃത്യത്തിൻ്റെ മാറുന്ന മുഖം തിരിച്ചറിഞ്ഞ് പ്രതിരോധം തീർക്കുന്നത് സുരക്ഷിതമായ ഭാവിക്ക് അനിവാര്യമാണ്. ഇതാണ് കൺക്ലൂഷനായി എഴുതി കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 1, അതായത് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 1, 2 ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി യൂണിറ്റ് 3യും അതിലെ ഈ ബ്ലോക്ക് 1-ലെ മൊത്തം 1 വേർഡ് ക്വസ്റ്റ്യനായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.